السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് സൂറ യാസീൻ അതിൻ്റെ 3-ാം ഭാഗമാണ്. 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം ആയത്തുകൾ ഒന്ന് ഓതി നോക്കിയിട്ട് ഓരോ ആയത്തുകളും നമ്മൾക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ഓരോ ആയത്തുകൾ പരിശോധിച്ചു നോക്കാം. ആദ്യം അക്ഷരങ്ങൾ പറയാം, അതിനുശേഷം തജ്വീദിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. ഇവിടെ ഇന്നമ തുൻദിറു, ആ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ആ എന്നുള്ള അക്ഷരം വരുന്നത്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരടിലാണ്. നാവിൻ്റെ താഴ്ഭാഗം അല്പമൊന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ത ഉച്ചരിക്കുന്നത്. ഒറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ വെച്ചുകൊണ്ടാണ്. ഒറ എന്നുച്ചരിക്കുന്ന സമയത്ത് തഫ്ഖീമാണ്. ശബ്ദം അല്പം കനപ്പിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതേസമയം റി എന്നുള്ള ഉച്ചാരണം വരുമ്പോൾ നമ്മൾ അല്പം നേർപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കും. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരടിലാണ്. പക്ഷേ നാവിൻ്റെ താഴ്ഭാഗം അല്പം പല്ലിലേക്കൊന്ന് ചേർന്ന് നിൽക്കും. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്താണ്. ക നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷേ ക എന്നുള്ള ഉച്ചാരണത്തിൻ്റെ അല്പം മുൻഭാഗത്ത് നിന്നാണ് ക എന്നുള്ള ഉച്ചാരണം വരുന്നത്. ഒറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ വെച്ചുകൊണ്ടാണ് ഒറ ഉച്ചരിക്കുന്നത്. വഹശിയ റഹ്മാന, വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. ഷ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ
നാവിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ നാവിൻ്റെ മധ്യഭാഗത്തിൻ്റെ 2 സൈഡുകൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിൻ്റെ മധ്യഭാഗം അല്പം കൊഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ കാറ്റ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഷ. യ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. റ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്താണ്. മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണ്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ബിൽ ഗൈബ് ബ എന്നുള്ള ഉച്ചാരണം മ ഒരേ ഉച്ചാരണ സ്ഥാനമാണ് പറയാറുള്ളതെങ്കിലും മ ഉച്ചരിക്കുന്ന സമയത്ത് 2 ചുണ്ടുകളും തുല്യമായി അടച്ചു വെക്കുകയാണെങ്കിൽ ബ ഉച്ചരിക്കുന്ന സമയത്ത് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ബിൽ ഗൈബ് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ് നമ്മളുടെ ഹൽക്ക് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ് എന്ന് ഉച്ചാരണം വരുന്നത്. അത് ഗ ങ എന്നീ 2 ഉച്ചാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉച്ചാരണമാണ്. പല ആളുകളും മലയാളത്തിൽ ഈ 2 അക്ഷരങ്ങൾക്ക് സമാനമായ രീതിയിൽ ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. പകരം വ എന്നുള്ളത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ ഉച്ചരിക്കണം. ബിൽ ഗൈബ് യ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഫബശ്ശിരുഹു ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. ഫബശ്ശിർ ഇവിടെ റി എന്നുള്ള ആ ഉച്ചാരണത്തിന് സമാനമായിട്ട് തന്നെയാണ് റാക്ക് സുക്കൂനും അതിനു മുമ്പ് കെസറും വന്നാലും ആ ഒരു നിയമം തന്നെയാണ്. അവിടെ തർക്കീഖാണ്, അല്പം നേർപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ ഫബശ്ശിർഹു ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. ബിമഗ്ഫിറത്തിൻ ബ 2 ചുണ്ടിൽ നിന്നാണ്. പക്ഷേ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ഒന്ന് തള്ളി നിൽക്കും. ബിമഗ്ഫിറത്തിൻ ഗ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. റ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ, പക്ഷേ നാവിൻ്റെ താഴ്ഭാഗം അല്പമൊന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ്. അടുത്തത് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് വ ഉച്ചരിക്കുന്നത്. അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ജ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ നാവിൻ്റെ മുൻഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു മധ്യഭാഗമാണ്. വഅജ്രിൻ ഇവിടെ തർക്കീഖാണ്. അതുകൊണ്ട് തന്നെ അല്പം നേർപ്പിച്ച ശബ്ദമായിരിക്കും. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ക നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ക എന്നുള്ള ഉച്ചാരണത്തിൻ്റെ അല്പം മുന്നിൽ നിന്നാണ് ക എന്നുള്ള ഉച്ചാരണം വരുന്നത്. റ രി എന്നാണ് ഇവിടെ. അതും തർക്കീക്ക് തന്നെയാണ്. കരീം മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഇനി ഇവിടെ തജ്വീദിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇന്നമ നൂന് മീമ് ഈ 2 അക്ഷരങ്ങൾക്ക് ശബ്ദകൾ വന്നാൽ മണിച്ചുച്ചരിക്കണം. ഇന്നമ എന്ന് തന്നെ ഉച്ചരിക്കണം. അടുത്തത് തുന്തിറ കഴിഞ്ഞ ക്ലാസ്സിലും വന്ന അതേ ഉച്ചാരണം തന്നെയാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ദാ വന്നു. അതിന് ഇഖ്ഫാ എന്നാണ് പറയുന്നത്. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കും. നൂനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറച്ച് മണിക്കുക എന്നാ പറയാ. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കും. തുൻദിറു എന്ന് പറയുന്നതിന് പകരം തുൻദിറു എന്നാണ് പറയുന്നത്. മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു എന്നുള്ള സ്ഥലത്ത് റ തർക്കീക്ക് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. മറിച്ച് ഫബശ്ശിർഹു എന്ന് പറയാൻ പാടില്ല. ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം ബിമഗ്ഫിറത്തിൻ വ ഇവിടെ തെൻവീനിന് ശേഷം വ വന്നു. ഇദ്ഗാമുൻ ബിഗുന്ന എന്നാണ് പറയുന്നത്. ഈ തെൻവീനിനെ അല്ലെങ്കിൽ നൂനിനെ ശേഷമുള്ള വാവിലേക്ക് നമ്മൾ
ചേർത്തുച്ചരിക്കുകയും മണിച്ചുച്ചരിക്കുകയും ചെയ്യണം. ബിമഗ്ഫിറത്തിൻ വ അപ്പൊ ചേർത്തു, അതോടൊപ്പം മണിച്ചുച്ചരിക്കുകയും ചെയ്തു. വഅജ്രിൻ കരീം, തെൻവീനു ശേഷം കാഫ് എന്ന അക്ഷരം വന്നു. അവിടെ ഇഖ്ഫ ആണ്. തുന്തിറ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തെൻവീൻ എന്ന് പറയുന്നത് ഉച്ചാരണത്തിലുള്ള നൂനാണ്. അതിനെ ഒന്ന് മറച്ചു വെച്ചിട്ട് ഉച്ചരിക്കണം. വഅജിരിൻ കരീം എന്ന് പറയുന്നതിന് പകരം വഅജിരിൻ കരീം. ഇത് അവസാനത്തിൽ നിർത്തുന്നത് കൊണ്ട് തന്നെ ആരിലായ സുക്കൂനാണ്. അത് അല്പം നീട്ടി ഉച്ചരിക്കണം. കരീം. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. രണ്ടാമത്തെ ആയത്ത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ഇന്ന തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ, നൊഹ്യി തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്, നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. നൊഹ്യിൽ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം അല്പമൊന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. ചുണ്ട് വൃത്താകൃതിയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. എന്നുള്ള ഉച്ചാരണത്തിന് അല്പം മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്നുള്ള ഉച്ചാരണം വരുന്നത്. വനക്തുബു നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം അല്പം ഒന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. വനക്തുബു മാ ഖദ്ദമു. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് അടുത്ത പോയിന്റിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ഉച്ചാരണം വരുന്നത്. വആഥാറഹും തൊണ്ടയുടെ താഴ്ഭാഗമാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗമാണ്. പക്ഷെ യിൽ നിന്ന് എന്നുള്ള ഉച്ചാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് സ്പർശിക്കുകയും അല്പം ബലത്തോടെയാണ് അവിടെ സ്പർശിക്കുന്നത്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വകുല്ല ശൈഇൻ. ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. എന്നുള്ള ഉച്ചാരണത്തിന് അല്പം മുന്നിലാണ്. വകുല്ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഷൈഇൻ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. നേരത്തെ ആയത്തിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. അഹ്സൈനാഹു തൊണ്ടയുടെ മധ്യഭാഗമാണ്. സ്വ എന്നുള്ള ഉച്ചാരണം ഇതിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട്. അവിടെ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കും ഉച്ചരിക്കുന്ന സമയത്ത്. ശരിയായ ഉച്ചാരണം നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും നാവിന്റെ കൂർത്ത അറ്റം ഒന്ന് മടക്കി വെക്കുകയും നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. പക്ഷെ ഉച്ചരിക്കുന്നത് പോലെ അവിടെ സ്പർശിക്കില്ല. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്ന് നാവിന്റെ അറ്റം മടക്കി അതിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വരുന്ന ഒരു രീതിയിലാണ് ഉച്ചരിക്കുന്നത്.
അഹ്സ്വൈനാഹു. ന എന്നുള്ള ഉച്ചാരണം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അഹ്സ്വൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ടാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ബ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും നിൽക്കും. ബ ബ. മുബീൻ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന. മറ്റൊരു കാര്യം, ഈ എന്നുള്ള ഉച്ചാരണം നേരത്തെ ഇന്നമ തുന്തിറു എന്നാണ് പറഞ്ഞത്. ഈ എന്നുള്ള ഉച്ചാരണം ആയത്തിന്റെ ആദ്യത്തിൽ വരുമ്പോൾ അത് കൃത്യമായി ഈ തന്നെയാണ് വരുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഇന്ന അവിടെ നൂനിന് ശബ്ദ് വന്നതുകൊണ്ട് മണിച്ചുച്ചരിക്കണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്നുള്ള അക്ഷരം വന്നു. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുക്കൂനുള്ള മീമിന് ശേഷം വ ഫ ഈ രണ്ടക്ഷരങ്ങളും ചുണ്ടുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളായതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ആ മീമ് പൂർത്തീകരിച്ച് ഉച്ചരിച്ചതിന് ശേഷം വ ഉച്ചരിക്കണം. അല്ലാതെ അവിടെ മീമും വാവും എന്ത് ചെയ്യുന്നില്ല, പൂർത്തിയാകുന്നില്ല. മീമ് പൂർത്തിയാക്കി ഉച്ചരിക്കണം. ഇവിടെ ഷൈ എന്ന് വരാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വകുല്ല ഷൈഇൻ അഹ്സ്വൈനാഹു. ഇവിടെ തെൻവീനു ശേഷം ഹംസ് വന്നു, അത് ഇൽഹാറാണ്, വ്യക്തമായി പറയണം. വകുല്ല ഷൈഇൻ അഹ്സ്വൈനാഹു. ഇവിടെയും അഹ്സ്വൈ എന്ന് വരാനുള്ള ഒരു സ്വാഭാവിക തെറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തിരുത്തിക്കൊണ്ട് വഅഹ്സ്വൈനാഹു എന്ന് കൃത്യമായി ഉച്ചരിക്കണം. ഫീ ഇമാമിൻ. ഫി ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വരുമ്പോൾ മദ് മുൻഫസിലാണ്. നിർബന്ധമായും നീട്ടേണ്ടതില്ല, എന്നാലും നീട്ടി ഉച്ചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇമാമിൻ മുബീൻ. ഇമാമിൻ. തെൻവീനു ശേഷം മാ വന്നു. തെൻവീനു ശേഷം മാ വന്നാൽ ഇദ്ഗാമുൻ ബിഗുന്നയാണ്. തെൻവീനിന് ശേഷമുള്ള മായിലേക്ക് ചേർത്ത് ഓതും, അതേപോലെ മണിക്കുകയും ചെയ്യും. ഫീ ഇമാമിൻ മുബീൻ. അടുത്ത ആയത്ത് വളിബ് ലഹും മതലൻ അസ്ഹാബൽ ഖർയതി ഇദ് ജാഅഹൽ മുർസലൂൻ. വളിബ് ലഹും. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ള എന്നുള്ള അക്ഷരം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും തെറ്റായി ഉച്ചരിച്ച് കാണാറുണ്ട്. നാവിൻ്റെ സൈഡ് അഥവാ നാവിൻ്റെ വലതുഭാഗമാകാം, അല്ലെങ്കിൽ നാവിൻ്റെ ഇടതുഭാഗമാകാം. ഈ ഭാഗം ആ ഭാഗത്തുള്ള അണപ്പല്ലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. അത് വലതുഭാഗമായാലും ശരി ഇടതുഭാഗമായാലും ശരി. ഇനി രണ്ട് ഭാഗം കൂടി ചേർത്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയും. വളിബ് അത് എന്നുള്ള ഉച്ചാരണമായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളിബ് നാവിന്റെ വലതുഭാഗം അല്ലെങ്കിൽ ഇടതുഭാഗം ആ ഭാഗത്തുള്ള അണപ്പല്ലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. വളിബ് നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിൽ വെച്ചിട്ടാണ് റി എന്ന് ഉച്ചരിക്കുമ്പോൾ അല്പം നേർപ്പിച്ച് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുകയാണ് ചെയ്യുക. തഫ്ഖീമിന്റെ സമയത്ത് എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. നാവിന്റെ മധ്യഭാഗം ഇത്തരത്തിൽ മുകളിലേക്ക് ഉയരും. രണ്ട് ചുണ്ട് വെച്ചുകൊണ്ടാണ്, പക്ഷെ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ്. ലഹും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മസലൻ അസ്ഹാബൽ ഖർയതി. വളിബ് ലഹും മസലൻ. ചുണ്ട് തുല്യമായി അടച്ചു വെക്കണം.
ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം അവിടെ സ്പർശിക്കുകയും അല്പം നമ്മൾ അവിടെ ബലം കൊടുത്തിട്ടാണ് ത എന്ന് ഉച്ചരിക്കുക. ജസ്റ്റ് ഒന്ന് അവിടെ സ്പർശിച്ചാൽ മതി. ത ഉച്ചരിക്കുന്ന സമയത്ത് അല്പം കൂടി നമ്മൾ അവിടെ ഒരു ബലം കൊടുക്കുന്നുണ്ട്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അസ്ഹാബ ആ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാവിന്റെ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നാവിന്റെ അറ്റം അല്ലെങ്കിൽ കൂർത്ത അറ്റം ഒന്ന് വളച്ചു വെച്ചിട്ട് നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ മധ്യഭാഗം ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയും അഥവാ അണ്ണാക്കിൽ സ്പർശിക്കില്ല. ആ രീതിയിലാണ് എന്നുള്ള ഉച്ചാരണം വരുന്നത്. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒന്ന് പരിശീലിച്ച് നോക്കണം. അസ്ഹാബ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഖർയതി നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ. നാവിന്റെ അറ്റത്തിന്റെ ആ ഒരു താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. മുർസലൂൻ തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. സ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോഴും പൊതുവെ പറയാറുള്ളത് നാവിന്റെ കൂർത്ത അറ്റം 2 വരി മുൻപല്ലുകൾക്കിടയിൽ എന്നാണ്. എന്നാൽ നാവിന്റെ കൂർത്ത അറ്റത്തിന് മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ നിൽക്കുകയും നാവിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. മുർസലൂൻ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون واضرب لهم مثلا ലഹും സുക്കൂനുള്ള മീമിന് ശേഷം മാ വന്നു. അവിടെ ഇദ്ഗാം മണിച്ചുച്ചരിക്കണം. ലഹും മഥലൻ ചേർത്തോതിയാൽ മാത്രം മതിയാവില്ല, പകരം എന്ത് ചെയ്യണം? മണിച്ചുച്ചരിക്കണം. ഓളിബ് ലഹും മഥലൻ മസലൻ അസ്ഹാബ തെൻവീനു ശേഷം ആ വന്നു. സുക്കൂനുള്ള നൂന് തെൻവീനിന് ശേഷം ഹൽക്ക് തൊണ്ടയിൽ നിന്ന് വരുന്ന അംസ് ഹ ഐൻ ഹ ഗൈൻ ഹ ഏതക്ഷരങ്ങൾ വന്നാലും അത് വെളിവായി പറയണം. മസലൻ അസ്ഹാബ തെൻവീനിനെയും ശേഷമുള്ള ഹംസിനെയും വ്യക്തമായി പറയണം. അസ്ഹാബൽ ഖർയതി ഇദ് ജാഅഹ ജാഅ ഒരേ പദത്തിൽ മദ്ദക്ഷരവും ഹംസും വന്നു. നിർബന്ധമായും നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. ഇദ് ജാഅഹൽ മുർസലൂൻ واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون إذ أرسلنا إليهم 2 ഇദ് അർസൽന തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അല്പം മാറിയിട്ടാണ് ലായും നായും നിൽക്കുന്നത്. ഇലൈഹിമുസ്നൈനി ഇലൈഹിം 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 എന്ന് പറയുന്ന സ്ഥലത്തുള്ള യാ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കാണ്. 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫകദ്ദബൂഹുമ എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. പക്ഷെ അല്പം ഒന്ന് ബലം കൊടുത്ത് നാവിന്റെ
അറ്റം അല്ലെങ്കിൽ നാവിൻ്റെ അറ്റത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗം മേലെ മുൻപല്ലിൻ്റെ താഴെ ഭാഗത്ത് അല്പം ബലം കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. ക നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ളതിൻ്റെ അല്പം മുന്നിൽ നിന്നാണ് ക എന്നുള്ള അക്ഷരത്തിൻ്റെ ഉച്ചാരണം. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്താണ്. ഫകദ്ദബൂഹുമ അ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഹ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഹംസ ആണെങ്കിലും തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഫഅസ്സസ്ന തൊണ്ടയുടെ മധ്യഭാഗമാണ്. എന്നുള്ള അക്ഷരം നാവിൻ്റെ കൂർത്താറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരും. അവിടെയും എന്താണ്, നാവിൻ്റെ കൂർത്താറ്റത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരുന്നത്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇലൈക്കും നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. പക്ഷെ ക എന്നുള്ളതിന്റെ അല്പം മുന്നിലാണ്. ഇവിടെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ സ്ഥാനം നിങ്ങൾ കാണുന്നുണ്ട്. ക എന്നുള്ള ഉച്ചാരണം. ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം മുന്നിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ക എന്നുള്ള ഉച്ചാരണം വരുന്നത്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ കൂർത്താറ്റം അതിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ അറ്റം ചെറുതായിട്ട് താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ തജ്വീദ്പരമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്നുള്ള ഉച്ചാരണം അത് കൃത്യമായി വരാൻ ശ്രദ്ധിക്കുക. ഇത് അർസൽനാ ഇലൈഹിം, അർസൽനാ ഇലൈഹിം. അർസൽന ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വന്നു, അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസു വന്നു. മദ് മുൻഫസിലാണ്, നിർബന്ധമായും നീട്ടേണ്ട ആവശ്യമില്ല. എന്നാലും എന്ത് ചെയ്യണം, നീട്ടൽ നല്ലതാണ്. ഇലൈഹിമുസ്നൈനി 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 എന്ന് പാരായണം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലൈഹിമുസ്നൈനി എന്ന് തന്നെ പറയണം. അറബിയിൽ എ എന്നുള്ള ഉച്ചാരണം ഇല്ല. ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലു, ബിസാലിസിൻ ഫഖാലു. ഇവിടെ തെൻവീനു ശേഷം ഫ വന്നു, അത് ഇഖ്ഫ ആണ്. ആ തെൻവീനിനെ അവ്യക്തമാക്കിയിട്ട് ബിസാലിസിൻ ഫ എന്ന് പറയുന്നതിന് പകരം ബിസാലിസിൻ ഫഖാലു, ഫഖാലു ഇന്ന. ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വന്നു, അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസു വന്നു. നിർബന്ധമായും നീട്ടേണ്ട ആവശ്യമില്ലെങ്കിലും നീട്ടി പാരായണം ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഫഖാലൂ ഇന്നാ ഇലൈക്കും. ഇവിടെയും ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരുന്നു, അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസ് വരുന്നു. അവിടെയും ഇത്തരത്തിൽ തന്നെ ഇന്നാ ഇലൈക്കും. ഇവിടെ ഇന്ന എന്നുള്ള സ്ഥലത്ത് ഇന്ന ശബ്ദുള്ളത് കൊണ്ട് മണിച്ചുച്ചരിക്കണം. ഇന്ന ഇലൈക്കും. ഇവിടെയും ഇലൈക്കും എന്ന് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലൈക്കും മുർസലൂൻ. സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു, അത് ഇദ്ഗാമാണ്, മണിച്ചുച്ചരിക്കണം. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون.
ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അ തൊണ്ടയുടെ താഴ്ഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം അല്പം ഒന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. ഇല്ല ബശറുൻ ഷ നാവിന്റെ മദ്യം മേലെ അണ്ണാക്കിലാണ്. ആദ്യത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മിസ്ലുന സ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. വിശദമായി മുൻപും പറഞ്ഞിട്ടുണ്ട്. വമ അൻസല റഹ്മാനു വമ അൻസല സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെച്ചുകൊണ്ടാണ് സ ഉച്ചരിക്കുന്നത്. അൻസല റഹ്മാനു ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. മിൻ ഷൈഇൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഇൻ അൻതും അ തൊണ്ടയുടെ താഴ്ഭാഗം. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ. അതിന്റെ താഴ്ഭാഗം അല്പം ഒന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം മുന്നിൽ നിന്നുകൊണ്ടാണ്. തെക്ദിബൂൻ തെക്ദി നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം. ബ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ്. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ما أنتم ما ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം, അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസു വന്നു. അവിടെ മദ് മുൻഫസിലാണ്. അനിവാര്യമായി നീട്ടേണ്ടതില്ലെങ്കിലും ഏറ്റവും നല്ലത് നീട്ടി ഓതുന്നത് തന്നെയാണ്. അന്തും സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു. ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കും. അൻതും എന്ന് പറയാതെ അന്തും എന്ന് പ്രത്യേകം പറയണം. അന്തും ഇല്ല ബശറും മിസ്ലുന. ഇവിടെ തൻവീനിന് ശേഷം മാ വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. ഈ തൻവീനിനെ ശേഷമുള്ള മീമിലേക്ക് ചേർത്തോതുന്നതോടൊപ്പം മണിച്ച് ഉച്ചരിക്കുക കൂടി വേണം. ബശറും മിസ്ലുന വമാ അൻസല വമാ അൻസല. അവിടെയും ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസുമാണ് വന്നത്. അവിടെയും അനിവാര്യമായി നീട്ടേണ്ടതില്ല എങ്കിലും നീട്ടി ഉച്ചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അൻസല സുക്കൂനുള്ള നൂനിന് ശേഷം സ വന്നു. അവിടെയും ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി അൻസല എന്ന് പറയാതെ അൻസല എന്ന് പറയും. മിൻ ഷൈഇൻ ഇവിടെയും അതേ ഉച്ചാരണം തന്നെയാണ്. മിൻ സുക്കൂനുള്ള നൂനിന് ശേഷം ഷ വന്നു. 15ഓളം അക്ഷരങ്ങളുണ്ട് ഇഖ്ഫാൻ. ഷ വന്നാൽ നൂനിനെ അവ്യക്തമാക്കിയിട്ട് മിൻ ഷൈഇൻ എന്ന് പറയുന്നതിന് പകരം മിൻ ഷൈഇൻ നൂനിനെ ഒന്ന് അവ്യക്തമാക്കി ഉച്ചരിച്ചിട്ട് ഒന്ന് മറച്ച് ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഖ്ഫ ഉച്ചരിക്കുന്നത്. ഷൈ ഇൻ ഇൻ തൻവീന് ശേഷം ആ വന്നു, വ്യക്തമായി ഉച്ചരിച്ചു. ഷൈ ഇൻ ഇൻ. ഇൻ അന്തും ഇൻ അന്തും അവിടെയും സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ് വന്നു, വ്യക്തമായി ഉച്ചരിച്ചു. അന്തും മാ അന്തും എന്ന് പറഞ്ഞ അതേ നിയമം തന്നെയാണ്. അന്തും ഇല്ല തക്ദിബൂൻ. പിന്നെ ഇത്തരം സൂറത്തുകളുടെ അവസാനത്തിലൊക്കെ നിർത്തി പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ആരിലാണ്. ഇൻ അൻതും ഇല്ല തക്ദിബൂൻ قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ഈ ആയത്തുകൾ ഒന്നുകൂടി ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറഹ്
فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ അടുത്ത 5 ആയത്തുകൾ 16 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാനും അത് കൃത്യമായി പഠിക്കാനും നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.